നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ലാലിഗയിൽ റയൽ മാഡ്രിഡിന് പരാജയം. ഒസാസുനയാണ് 1-2 ഗോളുകൾക്ക് റയൽ മാഡ്രിഡിനെ പരാജയപ്പെടുത്തിയത്. റയൽ വീണത് ബാഴ്സലോണക്ക് വലിയ ഒരു സാധ്യത തുറന്നിട്ടിരിക്കുകയാണ്. നിലവിൽ 25 കളി 60 പോയിന്റോടെ റയൽ മാഡ്രിഡ് ഒന്നാമതും 24 കളികളിൽ നിന്ന് 58 പോയിന്റോടെ ബാഴ്സലോണ രണ്ടാമതുമാണ്. ഇന്ന് നടക്കുന്ന ലെവാന്റെക്കെതിരെയുള്ള മത്സരം വിജയിക്കാൻ കഴിഞ്ഞാൽ ബാഴ്സലോണക്ക് ലാലിഗയിൽ 1-ാം സ്ഥാനത്തേക്ക് തിരികെ എത്താൻ പറ്റും. ലാലിഗയിൽ ഇപ്പോൾ ടൈറ്റിൽ റേസ് മാറി മറിഞ്ഞ് വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫോട്ടോ ഫിനിഷിങ്ങിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ മത്സരത്തിൽ റയൽ മാഡ്രിഡിന് വേണ്ടി വിനി ജൂനിയർ ഗോളടിച്ചു. പക്ഷേ ഒസാസുന അവസാന ഘട്ടത്തിലെ ഗോളിൽ റയൽ മാഡ്രിഡിനെ പരാജയപ്പെടുത്തുകയായിരുന്നു. മത്സരത്തിൽ റയൽ മാഡ്രിഡിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ 11-ൽ വിനി ജൂനിയറും കിലിയൻ എംബാപ്പയും ഒക്കെ ഒരുമിച്ചാണ് അണിനിരുന്നത്. മറുഭാഗത്ത് റൂബൻ ഗാർഷിയെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഒസാസുന കളിക്കാൻ ഇറങ്ങിയത്. ഒസാസുനയുടെ മൈതാനത്ത് റയൽ മാഡ്രിഡ് ആധിപത്യം പുലർത്തിയെങ്കിലും പന്ത് ഗോളിലേക്ക് എത്തിക്കാൻ അവർ ശരിക്കും ബുദ്ധിമുട്ടി. അതേസമയം ഒസാസുന കൃത്യമായ അവസരങ്ങൾ മുതലെടുക്കുക കൂടി ചെയ്തപ്പോൾ റയൽ മാഡ്രിഡിന് പരാജയമായിരുന്നു വിധി. കളിയുടെ 38-ാമത്തെ മിനിറ്റിലാണ് ആ പെനാൽറ്റി വരുന്നത്. പെനാൽറ്റി ബുദ്ധിമുർ ഗോളാക്കി മാറ്റി. ഇടവേള സമയത്ത് ഏകപക്ഷീയമായ ഒരു ഗോളിന് ഒസാസുന മുന്നിലായിരുന്നു. പക്ഷേ രണ്ടാം പകുതിയിൽ 73-ാമത്തെ മിനിറ്റിലാണ് വിനി ജൂനിയറുടെ ഗോൾ പിറക്കുന്നത്. വിനി ആ ഗോളിലേക്ക് ബോൾ എത്തിക്കുമ്പോൾ അതിന് അസിസ്റ്റ് കൊടുത്ത ഫെഡേ വാൽവറെ നമ്മൾ എടുത്തു പറയണം. മനോഹരമായിരുന്നു നീക്കത്തിനൊടുവിൽ അദ്ദേഹം കൊടുത്ത അസിസ്റ്റാണ് വിനി ജൂനിയർ ഗോളാക്കി മാറ്റിയത്. ഏതായാലും മത്സരം 1-1 സമനില എന്ന തോന്നലുണ്ടാക്കിയ ഘട്ടത്തിലാണ് അവസാന ഘട്ടത്തിൽ ഗാർഷ്യയുടെ ആ ഗോൾ പിറക്കുന്നത്. 2-1 റയൽ മാഡ്രിഡ് പരാജയം രുചിച്ചു. തീർച്ചയായിട്ടും റയലിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു തിരിച്ചടിയാണ്. വരും മത്സരങ്ങളിൽ അവർക്ക് മികവ് കാണിച്ചേ പറ്റൂ. ഇൻഡിവിജ്വൽ എറേഴ്സ് ടീമിനെ പരാജയത്തിലേക്ക് തള്ളിവിടുന്നതിൽ റയൽ മാഡ്രിഡ് താരങ്ങൾ തന്നെ നിരാശരാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.